ഇന്ത്യൻ മണ്ണിൽ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ ബാറ്റർ യശസ്വി ജയ്സ്വാൾ. 2024 ഒക്ടോബറിൽ പടിഞ്ഞാറൻ ആകാശത്ത് കാണപ്പെട്ട അപൂർവ വാൽനക്ഷത്രം ഷുചിൻ ഷാൻ അറ്റ്ലസ്. നീതി ആയോഗ് ഏത് സംസ്ഥാനത്താണ് വനിതാ സൗരംഭത്ത് പ്ലാറ്റ്ഫോമിന്റെ ആദ്യ സംസ്ഥാന ചാപ്റ്റർ ആരംഭിച്ചത്? തെലങ്കാന. സ്വന്തമായി AI അധിഷ്ഠിത പ്രൊസസ്സർ വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ സർവകലാശാല കേരള ഡിജിറ്റൽ സർവകലാശാല. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി ചുമതലക്കുന്നത് മാർക്ക് റൂട്ടെ. ക്രിക്കറ്റിൽ അതിവേഗം 27,000 റൺസ് പൂർത്തിയാക്കുന്ന താരം എന്ന റെക്കോർഡ് നേടിയത് വിരാട് കോഹ്ലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ്. ലീഡർഷിപ്പ് സമ്മിറ്റ് 2024 ആതിഥേയത്വം വഹിക്കുന്നത് IIT ഗുവാഹത്തി. 2024 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഡാന ചുഴലിക്കാറ്റ്. ഏത് ഏജൻസിയാണ് ന്യൂഡൽഹിയിൽ തീവ്രവാദ വിരുദ്ധ സമ്മേളനം 2024 സംഘടിപ്പിച്ചത്? NIA. പൊതു ആശുപത്രികളിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ പ്രഖ്യാപിച്ച രാജ്യം നേപ്പാൾ. നവംബറിൽ അന്തരിച്ച ആദ്യ ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ വ്യക്തി കിക്കി ഹക്കൻസൺ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന റേഡിയോ ഹരിവരാസനം. സെപ്റ്റംബറിൽ ശിലായുഗ ചിത്രങ്ങൾ കണ്ടെടുത്തപ്പെട്ടത് രാജസ്ഥാനിലെ ചിത്തോർഗഡ്. 2024 സെപ്റ്റംബറിൽ പുലസാൻ ചുഴലിക്കാറ്റ് വീശിയടിച്ച രാജ്യം ചൈന. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഫ്രോഡ് പ്രൊട്ടക്ഷൻ പൈലറ്റ് പദ്ധതി ആവിഷ്കരിച്ചത് ഗൂഗിൾ. ചന്ദ്രനിലേക്ക് നേരിട്ട് പറക്കാനും ഇന്ത്യക്കാരെ ചന്ദ്രനിറക്കി തിരിച്ചെത്തിക്കാനും ISRO ഒരുക്കുന്ന കൂറ്റൻ റോക്കറ്റ് സൂര്യ. ബഹിരാകാശത്തുനിന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാര്? കാർസൺ കിച്ചൻ. പാരാലിമ്പിക്സ് ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം നവദീപ് സിംഗ്. 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചിത്രം ബെറ്റർ മാൻ. ഗ്ലോബൽ സോയിൽ കോൺഫറൻസ് 2024 നടന്നത് ന്യൂഡൽഹി. ഒരു വർഷത്തിൽ 3 രാജ്യാന്തര T20 സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്റ്സ്മാൻ സഞ്ജു സാംസൺ. ഏഷ്യ പസഫിക് സാമ്പത്തിക ഉച്ചകോടി 2024 നടന്നത് പെറുവിലെ ലിമയിൽ വെച്ച്. ബഹിരാകാശ അഭ്യാസമായ അന്തരീക്ഷ അഭ്യാസ് 2024 ഉദ്ഘാടനം ചെയ്തത് ന്യൂഡൽഹിയിൽ. 2024 വനിതാ ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻസ് ട്രോഫിയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബീഹാറിലെ രാജ്ഗീർ. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തി ആദ്യ സംയുക്ത ചെക്ക് പോസ്റ്റ് തുറന്നത് ഡാരംഗ, ആസാം. ദേശീയ ജുഡീഷ്യൽ മ്യൂസിയം നിലവിൽ വന്നത് ന്യൂഡൽഹിയിൽ. സീറോ വേസ്റ്റ് ടു ലാൻഡ്ഫിൽ എന്ന ബഹുമതി നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം തിരുവനന്തപുരം. 2024 ഒക്ടോബറിൽ അന്തരിച്ച പ്രമുഖ അമേരിക്കൻ സാമൂഹ്യ പ്രവർത്തക ഈദൽ കന്നഡി.